ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ നല്ല വൃത്തിക്ക് വെക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതുതായിട്ടൊക്കെ കിച്ചൺ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ കുറച്ച് ടിപ്സും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ കോലം കണ്ടില്ലേ, നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെറിച്ചിട്ട് ഈ ഒരു പരുവമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പോകാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ്. കുറച്ച് അരിപ്പൊടി എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഇതുപോലെ ഇട്ട് കൊടുക്കുക. എവിടെയൊക്കെയാണോ എണ്ണമയം ഉള്ളത് ആ ഒരു ഭാഗത്തിട്ടിട്ട് ചെറിയൊരു തുണി കൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഇതുണ്ടല്ലോ, അതായത് സ്റ്റീലിൻ്റെ സ്ക്രബൊന്നും എടുത്തിട്ട് ഇതുപോലെ ചെയ്യരുത് കേട്ടോ. നമ്മുടെ ഗ്യാസൊക്കെ നന്നായിട്ട് സ്ക്രാച്ച് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഇതുപോലെ അരിപ്പൊടി ആണെങ്കിൽ അരിപ്പൊടി, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ ചിന്തിയ സ്ഥലമാണെന്നേ പറയില്ല കേട്ടോ. നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കണ്ടോ. എണ്ണ മയമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലെമണും കൂടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ, അതായത് നാരങ്ങ നീരില്ലെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ ഒരു സൊല്യൂഷൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഒരു വെള്ള ഗ്രാനൈറ്റൊക്കെ ആണ്, അല്ലെങ്കിൽ കിച്ചണൊക്കെ വൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ അതിൽ മഞ്ഞളിൻ്റെ കറയൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ പോകാനായിട്ടുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റൗവിലേക്ക് ഞാൻ കുറച്ച് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ, നമ്മുടെ ഗ്യാസ് കണ്ടില്ല, ആ ഒരു എണ്ണ അയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസിൻ്റെ ഈ ഒരു സൈഡ്, ആ ഒരു സ്ക്രൂവിൻ്റെ ഭാഗത്തൊക്കെ പാലൊക്കെ ചിലപ്പോൾ തിളച്ച് പോയി കഴിഞ്ഞാലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുറേ ആകുന്ന സമയത്ത് ഇതുപോലെ കറ പിടിക്കാറുണ്ട്. ആ ഒരു കറ പോകാനായിട്ട് ഇതുപോലെ ഒരു ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മാർക്കറ്റിലും അവൈലബിൾ ആണ് ഈ ഒരു ബ്രഷ്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇതിൽ സ്ക്രാച്ച് ആവുക അങ്ങനെ പേടിയൊന്നും വേണ്ട. അപ്പോൾ ഞാനിത് ഇതുപോലെ ജസ്റ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കണ്ടോ, ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും. നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെ കറ പിടിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ആക്കി കഴിഞ്ഞാൽ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഗ്യാസ് സ്റ്റവും ഒക്കെ നല്ല പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ മഞ്ഞളിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ ഈ വൈറ്റ് ഗ്രാനൈറ്റോ അല്ലെങ്കിൽ വെള്ള നാനോ വൈറ്റൊക്കെ ആണെങ്കിൽ അതിൽ കറ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതേപോലെ ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കാം. അത് നമുക്കിതിലേക്ക് കുറച്ച് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഇതുപോലെ മഞ്ഞളിൻ്റെ കറയോ അല്ലെങ്കിൽ ചായക്കറിയൊക്കെ പറ്റി പിടിക്കുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ആ ഒരു സമയത്തൊക്കെ നമ്മളെപ്പോഴും ക്ലീനിങ് അപ്പം തന്നെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നമ്മൾ പിന്നീട് ചെയ്യാൻ വെക്കാതെ, പ്രത്യേകിച്ച് ആ കിച്ചൺ വൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതൊന്ന് തേച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. 10-15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കിച്ചണിൻ്റെ ഈ ഒരു ഏരിയയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ വാൾട്ടയിലും ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ വാൾട്ടയിലൊക്കെ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓയിലും അതൊക്കെ തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കിച്ചൺ നല്ല ക്ലീൻ ആയിട്ടിരിക്കും, നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ. നമ്മൾ നാരങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് വാഷും കൂടെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് അതിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ് ഉപയോഗിക്കാതെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് സ്ക്രബോ അല്ലെങ്കിൽ സ്പോഞ്ച് ആയിട്ടുള്ള ഒരു ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുത്തതിന് ശേഷം നനഞ്ഞ ഒരു ടവൽ കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ മതി. നല്ലതുപോലെ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൽ മഞ്ഞൻ്റെ ആ ഒരു കറയൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എപ്പോഴും തന്നെ നല്ല ക്ലീനായിട്ട് നല്ല വൈറ്റ് കളറിൽ തന്നെ നമ്മുടെ ഗ്രാനൈറ്റ് ആണെങ്കിലും കൗണ്ടർ ടോപ്പ് ആണെങ്കിലും നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ഞാനിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു മഞ്ഞ നമ്മളെ നിറമൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്.
ഉണ്ടല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്ക് അടുത്ത ഈ ഒരു സൈഡും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ഇതുപോലെ എല്ലാ ഭാഗത്തും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും മാത്രമല്ല, നമുക്കിത് വെച്ചിട്ട് നമ്മുടെ സിങ്കൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ സിങ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ കിച്ചണിൽ സിങ്കൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഇരുന്നാലേ നല്ലൊരു സ്മെല്ലും കിച്ചണിൽ നല്ലൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാനിതാ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിങ്കിലാണെങ്കിലും നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ് വെച്ചിട്ട് ഉരയ്ക്കാതെ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെയോ ഒക്കെ സ്ക്രബ് വെച്ചിട്ട് ഉരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ സിങ്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ സിങ്ക് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഡൈനിങ് ടേബിളാണ്. അപ്പോൾ ടേബിളൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വൈപ്പർ ഉണ്ടെങ്കിൽ വൈപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഗ്ലാസ്സുകളൊക്കെ നമ്മൾ അതുപോലെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ വൈപ്പറിൽ ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തത്. അങ്ങനെ ഇതാണ്ടോ നല്ല എപ്പോഴും നമ്മുടെ ടേബിളൊക്കെ ഗ്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്നും നല്ല പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും. പിന്നെ പുതുതായിട്ടൊക്കെ കിച്ചൺ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ഗ്യാസൊക്കെ ഇതുപോലെ പതിച്ച് വെക്കുന്ന ടൈപ്പാണ് ഇപ്പോൾ കൂടുതലായിട്ടും എല്ലാവരുടെയും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു 1.5 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് വിടുക കേട്ടോ. ഞാൻ ഒരു ഇതിൽ കണ്ടതാണ്, അതായത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരിക്കൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ് കേട്ടോ. ഇതുപോലെ പതിച്ച് വെച്ച ഗ്യാസ് ഉണ്ടല്ലോ, അത് ബാക്കിൽ ഗ്യാപ്പില്ലാതെ ഈ വാൾട്ടയിലോട് ചേർന്നിട്ട് വെച്ചിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഫാൾട്ടായിട്ടാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഗ്യാസ് വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ഗ്യാസ് അടുപ്പുകളൊക്കെ നമുക്ക് കുറച്ച് വീതിയായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഫ്രണ്ടിലോട്ട് നമുക്ക് ഒരുപാട് തള്ളി വെക്കാൻ പറ്റില്ല, ബാക്കിലോട്ടാണ് വെക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിൽ അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഗ്യാസ് ഇതുപോലെ പതിച്ച് വെക്കുന്ന സമയത്ത് 2 സൈഡും ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കിച്ചൺ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതേപോലെ ഗ്യാസിൻ്റെ സൈഡൊക്കെ കുറേ ആകുമ്പോൾ അഴുക്ക് പിടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഒരു സ്ക്രാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരും കേട്ടോ. ഇതിപ്പോൾ പുതിയതായതുകൊണ്ട് അത്ര അഴുക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ബ്രഷ് ഉണ്ടല്ലോ, ആ ഒരു ബ്രഷ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നമ്മൾ പതിച്ച് വെക്കുന്ന ഗ്യാസ് സ്റ്റൗവൊക്കെ നമുക്കിതുപോലെ ക്ലീൻ ചെയ്യാം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിലുള്ള കബോർഡുകളാണ്. കബോർഡൊക്കെ നമ്മളിങ്ങനെ കൈകൊണ്ട് തൊടുന്ന സമയത്ത് അതിൻ്റെ പാടും അഴുക്കൊക്കെ കുറേ ആകുമ്പോൾ പിടിക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സൊല്യൂഷൻ കുറച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നമുക്കിതുപോലെ ഒരു വൈപ്പർ എടുക്കാം. എന്നതിന് ശേഷം ഈ ഒരു ടവൽ ഉണ്ടല്ലോ, കിച്ചൺ ടവൽ, അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. നല്ല പുതുപുത്തനായിട്ടിരിക്കും കേട്ടോ, നന്നായിട്ട് വെട്ടി തിളങ്ങും. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇതുണ്ടോ അതുപോലെ തുടയ്ക്കാനും എളുപ്പമാണ് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള സൈഡും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തുടയ്ക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമ്മുടെ കിച്ചൺ ഇരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മുടെ കിച്ചൺ ക്ലീൻ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്കും നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുക. നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാനും നമുക്ക് ഒരു ഇത് തോന്നുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഞാനൊരു വാഷ് ബേസും കൂടെ ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ മിററൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തതാണ്. ഒരിക്കലും നമ്മുടെ മിററൊക്കെ ഒന്ന് തുടച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പാട് വീഴും. എപ്പോഴും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വൈപ്പ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ നമ്മുടെ ഗ്ലാസ്. ഇതുപോലെ മിററൊക്കെ ബാത്റൂമിലാണെങ്കിലും അതുപോലെ നമ്മൾ വാഷ് ബേസിനകത്തുള്ള മിററാണെങ്കിലും അതുപോലെ നമ്മുടെ അലമാര, ഡ്രസ്സിംഗ് ടേബിൾ, ഇതിലൊക്കെ നമ്മൾ മിററൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എന്നും പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.